നെടുമ്പാശ്ശേരി വിമാനത്താവളം കേന്ദ്രീകരിച്ച് കള്ളക്കടത്തിന്റെ രീതികൾ എങ്ങനെയാണ്, രജിസ്റ്റർ ചെയ്ത കേസുകൾ എത്രയാണ്, ഇത് വിശദീകരിക്കുകയാണ് YS അഭിനന്ദ് എക്സ്പ്ലെയിനറിലൂടെ. കാണാം. ഇത് നെടുമ്പാശ്ശേരി വിമാനത്താവളം. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ രജിസ്റ്റർ ചെയ്ത കേസുകൾ അനവധിയാണ്. മുതൽ 2024 വരെയുള്ള കാലയളവിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ രജിസ്റ്റർ ചെയ്ത സ്വർണ്ണക്കടത്തു കേസുകളുടെ എണ്ണം 1211. ചെറുതും വലുതുമായ സംഭവവികാസങ്ങൾ അരങ്ങേറിയിടത്ത് പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ നോക്കാം. ദുബായ്, ദോഹ, അബുദാബി എന്നീ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുമ്പോൾ കൂട്ടത്തിലെത്തുന്നത് വലിയ അളവിലുള്ള സ്വർണ്ണമാണ്. പാൻസിലൂടെയും ഷോർട്സിലൂടെയും വസ്ത്രങ്ങളിലൂടെയുമാണ് ആദ്യകാലങ്ങളിലൊക്കെ സ്വർണം കടത്താനുള്ള പദ്ധതികളായി അവർ അവലംബിച്ചിരുന്നെങ്കിൽ പിന്നീട് അത് മാറ്റങ്ങളുണ്ടാക്കി. കാലത്തിനനുസരിച്ചുള്ള മാറ്റം. മാങ്ങ ജ്യൂസ് വഴി ദ്രാവക രൂപത്തിലാക്കി സ്വർണം കടത്തുക, ഗ്രീൻ ചാനൽ വഴി സ്വർണം എത്തിക്കുക, മലദ്വാരത്തിൽ ഒളിപ്പിച്ചുള്ള സ്വർണ്ണക്കടത്തൽ, ആർത്തവമാണെന്ന് അധികൃതരെ തെറ്റിദ്ധരിപ്പിച്ച് യുവതികളുടെ നേതൃത്വത്തിലുള്ള സ്വർണ്ണക്കടത്ത്, സ്ക്രൂ ഡ്രൈവറിൽ ഒളിപ്പിക്കുക, ഇങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഗ്രീൻ ചാനൽ വഴി 1 കിലോഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ച മലപ്പുറം കാടാമ്പുഴ സ്വദേശി മുനീർ 12 മണിക്കൂർ ഇടവിട്ട് 2 കേസുകളിലായി 1634 ഗ്രാം സ്വർണം കടത്തിയ പാലക്കാട് സ്വദേശികളായ റഫീഖും മുഹമ്മദും, സ്വർണം തോർത്ത് രൂപത്തിലാക്കി കടന്നുകളയാൻ ശ്രമിച്ച തൃശൂർ സ്വദേശി ഫഗദ്, സ്ക്രൂ ഡ്രൈവറാണെന്നും പൂക്കളാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് 1816 ഗ്രാം സ്വർണം കടത്താൻ ശ്രമിച്ച ബംഗളൂരു സ്വദേശി മുബീന. രാജ്യത്ത് ആദ്യമായി തന്നെ അതിനൂതനമായ ഒരു വിദ്യയിലൂടെ സ്വർണം കടത്താൻ ശ്രമിച്ചതും ഈ വിമാനത്താവളത്തിലായിരുന്നു. സ്വർണത്തെ ദ്രാവക രൂപത്തിലാക്കി മാങ്ങാ ജ്യൂസിനകത്ത് സ്വർണം കടത്താൻ ശ്രമിച്ചു. എന്തായാലും കസ്റ്റംസിൻ്റെ സംയോജിതമായ ഇടപെടലിലൂടെ പ്രതി പിടിയിലായി. അങ്ങനെ പ്രമാദമായ സ്വർണ്ണക്കടത്ത് കേസുകളുടെ ഉത്ഭവസ്ഥാനമാണ് കൊച്ചിൻ രാജ്യാന്തര വിമാനത്താവളം. കേരളം കേന്ദ്രീകരിച്ച് നടത്തുന്ന ഇത്തരം സ്വർണ്ണക്കടത്തിനെയും സ്വർണ്ണക്കടത്ത് സംഘങ്ങളെയും ഇനിയെങ്കിലും തടയിട്ടേ മതിയാകൂ. അതിവിദഗ്ധരായ കടത്തുകാരെ വലയിലാക്കാൻ അതിവിദഗ്ധമായ സംവിധാനങ്ങൾ നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഉണ്ടാകണം. കൊച്ചിയിൽ നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനന്ദ്, 24.